ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ തുളസി വിവാഹമാണ്. ഇപ്രാവശ്യത്തെ തുളസി വിവാഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാധാരണ കാർത്തിക മാസത്തിലെ ഏകാദശിയുടെ പിറ്റേന്നാണ് ദ്വാദശി വരുന്നത്. അന്നാണ് നമ്മൾ തുളസി വിവാഹമായിട്ട് ആചരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഏകാദശി തിഥി നാളെ 7:30 അവസാനിച്ച് ദ്വാദശി തിഥിയുടെ ആരംഭം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏകാദശിയും തുളസി വിവാഹവും ഒന്നിച്ചാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുമാത്രവുമല്ല, നാളെ ത്രിപുഷ്കര യോഗവും കൂടിയിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് നാളെ. ഭഗവാൻ ശ്രീഹരി യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ഈ ദിവസം സാളഗ്രാമമായി തുളസീദേവിയെ വിവാഹം കഴിച്ചു. ഈ ഒരു ദിവസം തുളസി വിവാഹം നടത്തിയാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുകയും വിവാഹപ്രായമായി എത്തി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുകയും ദാമ്പത്യ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യയും ഭർത്താവും ഒന്നിച്ച് തുളസി വിവാഹം നടത്തിയാൽ ദീർഘമാംഗല്യവും അതുപോലെ തന്നെ സർവ്വസമ്പൽ സമൃദ്ധിയും അവരെ തേടി വരും എന്നൊക്കെയാണ് വിശ്വാസം. നമുക്ക് നാളെ മാത്രമല്ല തുളസി വിവാഹം നടത്താൻ സാധിക്കുന്നത്. അതായത് വീട്ടിലില്ലാത്തവർ, പീരിയഡ്സ്, പുല, പാലായ്മയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന കാർത്തിക മാസത്തിലെ പൗർണമി വരെ, അതായത് 5-ാം തീയതി വരെ സമയമുണ്ട് തുളസി വിവാഹം നടത്താൻ. അതിൽ ഏറ്റവും ഓസ്പിഷ്യസ് ആയിട്ടുള്ള ദിവസം ക്ഷീരാബ്ധ ദ്വാദശി എന്നറിയപ്പെടുന്ന നാളെയാണ്. അപ്പോൾ നാളെ നടത്താൻ പറ്റിയില്ലെങ്കിലും ഈ ദിവസത്തിനുള്ളിൽ ഏതൊരു ദിവസമാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് ആ ഒരു ദിവസം തുളസി വിവാഹം നമ്മൾ നടത്തിയാൽ മതിയാവും. തുളസി വിവാഹം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ നേടിത്തരുന്ന ഒന്നാണ്. ഇന്നത്തെ ഈ വീഡിയോ എങ്ങനെയാണ് തുളസി വിവാഹം നമ്മൾ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചും ഒരു ആഗ്രഹം. ഈ ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടി നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ഇച്ചിരി കഠിനമായി തന്നെ നിങ്ങൾക്കിത് തോന്നും. പക്ഷേ ആ കഠിനതയെ അതിജീവിച്ച് ഞാൻ ഈ പറയുന്ന പരിഹാരം ചെയ്യാൻ പറ്റിയാൽ ഡെഫിനിറ്റ്ലി നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. എല്ലാ വർഷത്തെയും തുളസി വിവാഹത്തിൽ ഞാൻ ചെയ്യുന്നൊരു റെമഡിയാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ബുദ്ധിമുട്ടിനെ അതിജീവിച്ച് നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കണം. ഇത് ഞാൻ പറഞ്ഞു, പൗർണമി വരെയുള്ള സമയമുണ്ട് നമ്മൾക്ക് തുളസി വിവാഹത്തിനെങ്കിൽ പോലും നാളത്തെ ദിവസം തന്നെ നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്യുന്നതാണ് അത്യുത്തമമായിട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുളസി വിവാഹം എങ്ങനെ നടത്തണം എന്ന് നോക്കാം. ദ്വാദശി തിഥിയിലാണ് നമ്മൾ തുളസി വിവാഹം നടത്തുന്നത്. ദ്വാദശി തിഥി ആരംഭിക്കുന്നത് നാളെ നവംബർ 2 രാവിലെ 7:30 അവസാനിക്കുന്നത് നവംബർ 3 തിങ്കളാഴ്ച അതികാലെ 5-7 അതുകൊണ്ട് തന്നെ നമ്മൾ തുളസി വിവാഹം നടത്തേണ്ടത് നാളെ ഈവനിങ് ആണ്. 4:30 to 6 വരെ നമുക്ക് രാഹുകാലമാണ് ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം ഉപേക്ഷിച്ചിട്ട് വേറെ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും നല്ലത് സന്ധ്യയ്ക്ക് ഒരു 6 മണിക്ക് ശേഷം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിന് കാരണം ഉത്തരേന്ത്യയിലൊക്കെ സാധാരണ വിവാഹം നടക്കുന്നത് രാത്രി സമയങ്ങളിലാണ്, നമ്മുടെ നാട്ടിലൊക്കെ പകലുമാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾക്കത് രാത്രി വരെ നീട്ടിക്കൊണ്ട് പോകണം എന്നൊന്നുമില്ല. ഇപ്പം ഞായറാഴ്ച പകൽ എപ്പോൾ ചെയ്യാൻ സമയം കിട്ടുന്നു. ഇപ്പോൾ ഒരു രാവിലെ ഒരു 7:30-ക്കും 10 മണിക്കും ഉള്ളിലായിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ ഉച്ച കഴിഞ്ഞ് ഒരു 2:30-ക്കും 4:30-ക്കും ഉള്ളിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നാളത്തെ ദിവസം പറ്റിയില്ലെങ്കിലും തിങ്കളാഴ്ച അതിരാവിലെ 3:30-ക്കും 5 മണിക്കും ഇടയ്ക്കുള്ള സമയത്തും നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? തുളസി ചെടി എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ എല്ലാവരുടെയും ബാൽക്കണിയിലെ വീടിൻ്റെ മുറ്റത്തൊക്കെ ആയിരിക്കുമല്ലോ. അവിടെ വെച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ വെച്ച് ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിൽ കൊണ്ടുവന്ന് ഹോളിൽ വെച്ച് നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ ആ ഒരു ഭാഗം നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ തുടച്ച് ക്ലീനാക്കി തുളസി ചെടി കൊണ്ട് വെക്കുക. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. സാളഗ്രാമം കയ്യിലുള്ളവർക്ക് സാളഗ്രാമം എടുക്കാം. അങ്ങനെയല്ല, കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമുണ്ടെങ്കിൽ, ഫോട്ടോ വെക്കുന്നതിനേക്കാട്ടിലും നല്ലത് കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമാണ്, അതുണ്ടെങ്കിൽ അത് വെക്കാം. അങ്ങനെയല്ലെങ്കിൽ നമുക്കൊരു നെല്ലിമരം മതിയാവും. കാരണം തുളസി വിവാഹത്തിൽ നെല്ലി മരത്തെ നമ്മൾ
ഭഗവാനായിട്ട് കണ്ടാണ് പൂജ ചെയ്യുന്നത്. ഇപ്പം നെല്ലിമരത്തിൻ്റെ ഒരു ചെറിയ കമ്പ് ഒടിച്ചുകൊണ്ട് വന്ന തുളസിച്ചൂട്ടിൽ തന്നെ നമുക്ക് കുത്തി നിർത്തിയാൽ മതിയാവും. ഞാൻ ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് തുളസി തൈയും അതേപോലെ നെല്ലി തൈയും ഒന്നിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലാതെ തന്നെ നമുക്ക് രണ്ടും ഒന്നിച്ച് തന്നെ, അതായത് തുളസി ചട്ടിയിൽ തന്നെ നമുക്ക് ആ നെല്ലി കമ്പും കൂടെ കുത്തി നിർത്തിയിട്ട് നമുക്ക് പൂജ ചെയ്താൽ മതിയാകും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ രീതിയിൽ ചെയ്യുക എന്നുള്ളത്. ഏറ്റവും ഭംഗിയായി ഇപ്പം ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരുക്കണം എന്നൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ താല്പര്യമാണ്. നമ്മൾക്ക് ഗണപതി ഭഗവാനെയും കൂടെ ഒന്നിച്ചു വെക്കണം. എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരാൻ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇവിടെയൊക്കെ തുളസി വിവാഹം നടത്തുമ്പം കരിമ്പും കൂടി കൂട്ടി കെട്ടാറുണ്ട്. കാരണം അമ്മാവൻ സ്ഥാനമാണ് കരിമ്പിന് കൊടുക്കുന്നത്. അതൊന്നും വേണമെന്നില്ല, ഞാൻ നിങ്ങളുടെ അറിവിലോട്ടായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ തുളസി ചെടിയും, കൃഷ്ണനെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ നെല്ലിമരമെങ്കിൽ നെല്ലിമരം എല്ലാം വെച്ചിട്ട് രണ്ട് സൈഡിലും നിലവിളക്കുണ്ടെങ്കിൽ നിലവിളക്ക് രണ്ട് സൈഡിലും, ഇല്ലെങ്കിൽ മൺവിളക്കായാലും മതിയാവും. അത് നെയ്യൊഴിച്ചോ നല്ലെണ്ണ ഒഴിച്ചോ കൊളുത്തുക. എന്നിട്ട് തുളസി ചെടിക്ക് നമ്മൾ പൊട്ട് വെക്കണം. മഞ്ഞൾ കുങ്കുമം, അത് ചട്ടിയിൽ വെച്ചാൽ മതി, ഇലയിൽ വെക്കണ്ട. ഒരു 3-5 പൊട്ട് തുളസി തൈക്ക് വെക്കുക. അതിൽ തന്നെയാണല്ലോ നമ്മൾ നെല്ലിമരം കുത്തി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം കൃഷ്ണനാണ് കൂടത്തിൽ വെച്ചിരിക്കുന്നതെങ്കിൽ കൃഷ്ണനും മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാന് മഞ്ഞ കളറിലെ പൂക്കളോ അങ്ങനെ, അല്ലെങ്കിൽ തുളസി മാലയോ മുല്ലപ്പൂ മാലയോ ഒക്കെ ചാർത്തുക. തുളസി ചെടിക്ക്, തുളസി ദേവിക്കും നമ്മൾ പൂക്കളൊക്കെ ചാർത്തുക. അപ്പം ഈ പൂക്കൾ ചാർത്തുമ്പം ആ ഒരു ചെടിയിൽ ചാർത്തിയാൽ ചിലപ്പം കനം കാരണം താഴോട്ട് വീഴും. അതുകൊണ്ട് ആ ചട്ടിക്ക് ചുറ്റുമായിട്ട് വെച്ചാൽ മതിയാവും. എന്നിട്ട് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആഭരണങ്ങളൊക്കെ ചാർത്തണം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ആഭരണങ്ങൾ 1-2 ആഭരണങ്ങളൊക്കെ ചാർത്തിയാൽ മതിയാവും. അതേപോലെ തന്നെ വസ്ത്രം സമർപ്പിക്കണം. നല്ല ചുമന്ന കളറിൽ എന്തെങ്കിലും ഒരു വസ്ത്രവും കൂടിയിട്ട് അത് ഇങ്ങനെ സമർപ്പിക്കുകയാണെങ്കിൽ സമർപ്പിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ആ തുളസിയുടെ മുകളിൽ കൂടി ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ തുളസി ചെടിയുടെ വലിപ്പം, എത്രമാത്രം ഭാരം താങ്ങും, ഇതൊക്കെ നോക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ രണ്ട് സൈഡിലും ഈ വാഴത്തൈയൊക്കെ, വാഴക്കന്നൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ വെക്കാം. മാവിലകളൊക്കെ വെക്കുന്നെങ്കിൽ വെക്കാം. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. ഇനി താമ്പൂലം. താമ്പൂലം എന്ന് പറയുമ്പോൾ വെറ്റില, പാക്ക്, പഴം, 2 തേങ്ങ വേണം. അതായത് ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് 2 എണ്ണം. അതേപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, നിവേദ്യമായിട്ട് നമുക്ക് പാല്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാല്, പാൽപ്പായസം, ശർക്കര പായസം, നിങ്ങൾക്ക് എന്തുണ്ടാക്കി വെക്കാൻ പറ്റുമോ അതൊക്കെ വെക്കാവുന്നതാണ്. പിന്നെ മഞ്ഞൾ താലി, അതാണ് നമ്മൾ, അതായത് സാധാരണ നമ്മൾ കലശത്തിന് കിട്ടുന്ന പോലെ മഞ്ഞ കളറിലെ നൂലിൽ ഒരു മഞ്ഞളെടുത്ത് 3 പ്രാവശ്യം ചുറ്റിയിട്ട് അത് തുളസി ദേവിക്ക് താലിയായിട്ട് നമ്മൾ കെട്ടുകയാണ്. ഇത്രയുമാണ് തുളസി വിവാഹത്തിൻ്റെ കാര്യങ്ങൾ. ഇനി ഇത് നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നിച്ച് വെച്ചിട്ട് മഞ്ഞൾ കുങ്കുമം പൊട്ട് തൊടുക. എന്തെങ്കിലും ഒരു ആഭരണമോ പൂവോ പൂമാലയോ സമർപ്പിക്കുക. ഒരു എന്താ പറയുന്നത്, ദേവിക്കായിട്ട് ഒരു തുണി, അതായത് എന്തെങ്കിലും ഒരു ഷോള് പോലത്തെ കട്ടി കുറഞ്ഞ ഒന്ന് സമർപ്പിക്കുക. ഇനി അത് തുളസിയിലിടാൻ പറ്റിയില്ല എങ്കിൽ പോലും നമുക്കൊരു ചെറിയ വാഴയിലയിലോ ബ്രാസിൻ്റെ കുപ്പിവളകളും മാല, അതേപോലെ തന്നെ വെറ്റിലയും പാക്കും ബ്ലൗസ് പീസും എല്ലാം കൂടി സമർപ്പിച്ചാലും മതിയാകും. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ചെയ്യേണ്ടുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഒരു മഞ്ഞ കളറിലെ നൂലെടുത്തിട്ട് അതിൽ 11 കെട്ടുകൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞിട്ടിട്ട് നമ്മുടെ ആ ഒരു തുളസി നിൽക്കുന്ന ആ ഒരു ചട്ടിയുണ്ടല്ലോ അതിന് ചുറ്റുമായിട്ട് നമ്മൾ കെട്ടണം. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, എത്ര നീളമുണ്ട് ആ ഒരു തുളസിയുടെ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ഒരു പോട്ടിനെന്നുള്ളതാണ്. അതിനനുസരിച്ച് അതിൻ്റെ ഡബിൾ ഇരട്ടി നീളത്തിൽ വേണം യെല്ലോ കളറിലെ ത്രെഡ് മുറിച്ചെടുക്കാൻ. കാരണം നമ്മൾ 11 കെട്ടും കൂടെ കിട്ടുമ്പോൾ ആ നീളം കുറയുമല്ലോ. എന്നിട്ട് നമ്മൾ 11 കെട്ടുകൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞിട്ടിട്ട് വേണം ആ ഒരു തുളസി വെച്ചിരിക്കുന്ന ആ ഒരു ചട്ടിക്ക് ചുറ്റുമായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട്, അപ്പോൾ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ച ആ ചരടഴിച്ച് അതേ തുളസിയുടെ ചൂട്ടിൽ തന്നെ നമ്മൾ കുഴിച്ചിട്ടാൽ മതിയാകും. അതുകൊണ്ട് തന്നെ കോട്ടൺ വേണം നൂലെടുക്കാൻ, പോളിസ്റ്റർ എടുക്കരുത്. എന്നിട്ട് നമ്മളിതെല്ലാം തയ്യാറാക്കി വിളക്കൊക്കെ കത്തിച്ചു വെച്ചു. ഇതിന് ശേഷം ചെയ്യേണ്ടത്, പറ്റുന്നവരൊക്കെ 1-3 നെല്ലിക്കാ ദീപം കൂടിയിട്ട് ഈ ഒരു തുളസി വിവാഹത്തിൽ കത്തിക്കാനായിട്ട് ശ്രമിക്കണം. അത് വളരെ വളരെ ഓസ്പിഷ്യസ് ആണ്. അതേപോലെ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 33 ദീപങ്ങൾ കൊളുത്തുക എന്നുള്ളതാണ്. ഈ ഒരു ഫോട്ടോയിൽ കണ്ടല്ലോ, ഇത് എൻ്റെ ഒരു 3 വർഷത്തിന് മുമ്പുള്ള തുളസി വിവാഹ ഫോട്ടോയാണ്. ഇത്
33 നെയ് ദീപങ്ങളാണ് ഞാൻ കൊളുത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്ക്കട്ട കിട്ടുന്നത് മൺവിളക്കിലിട്ടിട്ട് കൊളുത്താം, അങ്ങനെയല്ലെങ്കിൽ നെയ് ദീപമായിട്ടും കൊളുത്താം. ഇത് നമ്മുടെ കുടുംബത്തിന് വളരെ വളരെ ഐശ്വര്യം തരുന്നതാണ്. ഇത് കത്തിക്കുമ്പോൾ നമ്മൾ തുളസീ ദേവിയെയും ഭഗവാനെയും നോക്കി വേണം കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ 33 ദീപങ്ങൾ കൊളുത്തി നമ്മൾ തുളസി വിവാഹം നടത്തിയാൽ ശ്രീഹരിയുടെയും അതേപോലെ തുളസീ ദേവിയുടെയും പൂർണ്ണ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് ലഭിക്കും എന്നുള്ളതാണ്. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. ഞാൻ റെമഡി പറഞ്ഞില്ല, ഇത് ഞാൻ ദീപം കൊളുത്തുന്നൊരു കാര്യമാണ് പറഞ്ഞത്. 33 ദീപങ്ങൾ കയ്യിലുള്ളവർ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കണം. 33 മൺവിളക്കുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാവിളക്കുണ്ടാക്കി, നമ്മൾ സാധാരണ ഭഗവാൻ വെങ്കടേശ്വരന് മാവിളക്കുണ്ടാക്കുമല്ലോ, ആ വലിപ്പമൊന്നും വേണ്ട, വളരെ ചെറിയ ചെറിയ മാവിളക്കുണ്ടാക്കിയിട്ട് ഇതുപോലെ 33 ദീപങ്ങൾ കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. അത് നമുക്ക് വളരെ ഐശ്വര്യം തന്നെ തരുന്നൊരു കാര്യമാണ്. പിന്നെ ഭഗവാൻ മഹാവിഷ്ണുവിന് മഞ്ഞ കളറിലെ പട്ട് സമർപ്പിക്കാം. ഞാനിവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ദേവിക്ക് ഞാനിവിടെ റെഡ് കളറിലെ ചെറിയ ചുന്നരി എന്നാണ് ഇവിടെ പറയുന്നത്. അതൊരു ഗ്ലിറ്ററൊക്കെ വെച്ചിട്ടുള്ള നല്ല ക്ലോത്താണ്. അതാണ് ഞാൻ ലക്ഷ്മി ദേവിക്ക് ആ ഒരു ഡ്രസ്സിന്, ആ ഒരു തുണിയുടെ പ്രത്യേകത, അതിന് വെയ്റ്റ്ലെസ് ആണ്, നെറ്റ് പോലത്തെ. അപ്പം നമുക്ക് തുളസി ചെടിയിലിടാനായിട്ട് സാധിക്കും. എൻ്റെ തുളസി ചെടി സാമാന്യം വലിപ്പമുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ അതിൽ കിടക്കുകയും ചെയ്തോളൂ. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. വളരെ നല്ല ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു തുളസി വിവാഹം എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഈ ഒരു 33 വിളക്കുകൾ നമ്മൾ കൊളുത്തരുത്. ആദ്യം തന്നെ 2 വശത്തും വെച്ചിരിക്കുന്ന വിളക്കുകൾ കൊളുത്തുക. നെയ്വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊളുത്തുക. അതേപോലെ തന്നെ നെല്ലിക്കാ ദീപം ഉണ്ടെങ്കിൽ അതൊക്കെ കൊളുത്തിയിട്ട് ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ച് ഒരു തടസ്സവുമില്ലാതെ വിവാഹം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഭഗവാന് എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിച്ച് ധൂപദീപ ആരതി എടുക്കുക. അതിനുശേഷം ഭഗവാന്റെയും ദേവിയുടെയും വിവാഹമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നും പറഞ്ഞ് ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലി തുളസീ ദേവിയുടെ മന്ത്രമുണ്ട്. അത് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അതൊക്കെ ചൊല്ലണം. അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണം നമ്മൾ ആ ഒരു താലിയൊക്കെ തുളസി ചെടിക്ക് അണിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ താലിയൊക്കെ അണിയിച്ചതിന് ശേഷം 2 പേർക്ക് മുകളിലും നമ്മൾ പൂക്കൾ കൊണ്ട്, നമ്മൾ ഈ വിവാഹമൊക്കെ നടത്തുമ്പോൾ പൂക്കൾ കൊണ്ട് അഭിഷേകം ചെയ്യുമല്ലോ എന്ന് പറയുന്ന പോലെ ശകലം പൂക്കൾ കയ്യിലെടുത്ത് 2 പേർക്കും പൂക്കളൊക്കെ സമർപ്പിച്ചതിന് ശേഷം ധൂപദീപ ആരതി എടുക്കുക. നിവേദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വെറ്റില, പാക്ക്, പഴം, നിങ്ങൾ എന്തൊക്കെയാണോ വെച്ചിട്ടുള്ളത് അതൊക്കെ സമർപ്പിക്കണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവസാനം കർപ്പൂര ആരതി എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ 33 ദീപങ്ങൾ കൊളുത്തണം. ഓരോ ദീപങ്ങൾ കൊളുത്തുമ്പോഴും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞ് ഓരോ ദീപങ്ങളും കൊളുത്തി അതും ദേവിക്കും ഭഗവാനും സമർപ്പിച്ചതിന് ശേഷം അവസാനമാണ് നമ്മൾ കർപ്പൂര ആരതി എടുക്കേണ്ടത്. ഇതോടുകൂടി നമ്മുടെ തുളസി വിവാഹം അവസാനിച്ചിരിക്കുന്നു. പിന്നെ ഹോളിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ 1-2 മണിക്കൂർ കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാവുന്നതാണ്. നിവേദ്യം നമ്മൾക്ക് കഴിക്കാം. സമർപ്പിച്ചിരിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ സാധാരണ പോലെ തന്നെ സൂക്ഷിച്ചു വെക്കാം. 33 ദീപങ്ങൾ കഴുകി അടുത്ത പൂജകൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നെല്ലിക്ക ആ എണ്ണയുള്ള ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി നമുക്ക് ജ്യൂസായിട്ടോ അച്ചാറിട്ടായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ നെല്ലിമരത്തിൻ്റെ കമ്പ് ഒടിച്ചിട്ടാണ് കൊണ്ടുവച്ചതെങ്കിൽ അത് സാധാരണ ഡിസ്പോസ് ചെയ്യുന്ന പോലെ ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. മഞ്ഞൾ താലി അന്നത്തെ ദിവസം ദേവിയുടെ കഴുത്തിൽ നിന്ന് അഴിക്കരുത്. തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച അത് അഴിച്ചിട്ട് ആ തുളസി ചൂട്ടിൽ തന്നെ കുഴിച്ചിട്ടാൽ മതിയാവും. ഇതാണ് തുളസി വിവാഹം എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ വിവാഹം കഴിക്കാത്ത നിങ്ങളുടെ പെൺമക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടന്നു കിട്ടും. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന റെമഡി, ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ തുളസി വിവാഹമെല്ലാം കഴിഞ്ഞു ധൂപ ദീപ ആരതിയും നിവേദ്യവും സമർപ്പിച്ച് 33 ദീപങ്ങളും കൊളുത്തിയതിന് ശേഷമാണ് ഈ ഒരു റെമഡി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ റെമഡി എന്താണെന്നുള്ളത് പറയാം. അതിനായി ആരാണോ ഈ ഒരു, അതായത് നമ്മൾ ആഗ്രഹസാധ്യത്തിന് വേണ്ടിയിട്ട് ആരാണോ ചെയ്യുന്നത് അവരുടെ നീളത്തിന് അനുസരിച്ച് ഒരു മഞ്ഞ നൂലെടുക്കണം. അതായത് നിങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള നീളം എത്രയാണോ ആ നീളത്തിന് അനുസരിച്ചിട്ട് മഞ്ഞ നൂലെടുക്കണം.
അത് പോളിസ്റ്റർ നൂലായാലും കുഴപ്പമില്ല, കാരണം കോട്ടൺ ആയാലും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള നൂലെടുക്കണം. നമുക്കൊക്കെ ഈ താലി ചരട് കിട്ടുമല്ലോ, അതുപോലത്തെ നൂല് കടയിൽ നിന്ന് വാങ്ങിച്ചാലും മതിയാവും. ഇനി അങ്ങനെയല്ല, വെള്ള നൂലാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ വെള്ളമിട്ട് കലക്കിയിട്ട് അതിൽ മുക്കി ഉണക്കിയെടുത്ത് വെച്ചാൽ മതി. ഇതൊക്കെ അന്നത്തെ ദിവസം ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് അതിൽ 108 കെട്ടുകൾ ഇടണം. കറക്റ്റ് 108 കെട്ടുകൾ വേണം. ഒരുപാട് വലിയ വലിയ കെട്ടുകൾ വേണ്ട, ജസ്റ്റ് കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമ്മൾ 108 കെട്ടുകൾ ഇടുക. അങ്ങനെ വരുമ്പം അതൊരു മാലയാകും. അതിന് ശേഷം നമ്മൾ ആ ഓരോ മാലയിലും പിടിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ജപിക്കണം. കെട്ടിടുമ്പോൾ ഒരിക്കലും ജപിക്കരുത്. കെട്ടുകൾ 108 എണ്ണം ഒന്നിച്ചിട്ടതിന് ശേഷം മാത്രം വേണം നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാൻ. അതിന് ശേഷം ആ നൂല് ഈ 108 കെട്ടുകളുള്ള ആ ഒരു നൂല് നമ്മുടെ വലത്തേ കയ്യിൽ പിടിച്ചിട്ട് നടത്തി കിട്ടേണ്ടുന്ന ആഗ്രഹം എന്താണോ അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് ശ്രീഹരിയോടും ദേവിയോടും പ്രാർത്ഥിച്ചിട്ട് തുളസിച്ചോട്ടിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റി, അതിലോട്ട് ഒത്തിരി മണ്ണ് മാറ്റരുത്, വളരെ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നമ്മളത് ആ തുളസിച്ചൂട്ടിൽ കുഴിച്ചിടണം. കുഴിച്ചിട്ടിട്ട് എന്നാണോ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നത് ആ ഒരു സമയത്ത് ആ ഒരു മണ്ണ് മാറ്റി നൂലെടുത്തിട്ട് ഒന്നെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ കളയാം, അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആലിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കളയാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നൂലിടയ്ക്ക് പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോയാൽ വീണ്ടും നമ്മളിത് ഒന്നിനും തുടങ്ങേണ്ടി വരും. അതൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. പിന്നെ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. തുളസി പൂജ ചെയ്യുന്നതിന് മുൻപായി, തുളസി ദേവിയെ ഒരുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു ചെറിയ പാത്രത്തിൽ ജലമെടുത്ത് 1 സ്പൂൺ പാലും കൂടി മിക്സാക്കിയിട്ട് തുളസി ദേവിക്ക് നമ്മൾ ആ ഒരു ജലം സമർപ്പിക്കണം. അത് മറക്കരുത്. ആഫ്റ്റർ വിവാഹശേഷം 3 പ്രാവശ്യം അല്ലെങ്കിൽ 7 പ്രാവശ്യം തുളസിയെയും ഭഗവാൻ മഹാവിഷ്ണുവിനെയും നമ്മൾ വലം വെക്കണം. വലം വെക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ മനസ്സിൽ കണ്ണടച്ചുകൊണ്ട് അവരെ വലം വെക്കുന്നതായിട്ട് സങ്കല്പിച്ചാലും മതിയാവും. തുളസി മന്ത്രം ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും തുളസി വിവാഹം നടത്താൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.